പരിശുദ്ധ റമളാനിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗമാണ് അവസാനത്തെ 10. അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നു. ഹദീസാണ് അതിൻ്റെ തെളിവ്. അവസാനത്തെ 10 പൂർണ്ണമായും അതിനുവേണ്ടി മാറ്റിവെക്കുന്നു. അതിനും തെളിവ് ഹദീസ് തന്നെ. ഏതായിരുന്നാലും എല്ലാ രാവുകളും സജീവമാക്കുന്നവരുണ്ട്. എല്ലാവർക്കും അതുപോലെ ആരോഗ്യവും അവരുടെ ദൂരവും സൗകര്യവും ഒത്തുവരണം എന്നില്ല. എന്നാൽ ഇവരെയൊക്കെ ചേർത്ത് വെച്ച ലോകഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനഃശാസ്ത്ര സമീപനങ്ങൾ ഹദീസിൻ്റെ വ്യത്യസ്ത വചനങ്ങളിൽ കാണാൻ കഴിയും. ഒരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് വളരെ ദൂരെയായ ബാദിയ, വളരെ വിദൂരമായ ഒരു ഗ്രാമത്തിൽ മറ്റോ ജീവിക്കുന്ന ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പ്രയാസം പറഞ്ഞപ്പോൾ, നബിയെ, എല്ലാ ദിവസവും എനിക്ക് വരാൻ പറ്റൂല, എല്ലാ രാവിലും വരാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു രാവ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് 23-ാം രാവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മറ്റൊരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരോഗ്യപരമായി പ്രയാസം വന്നിട്ട്, റജുലുൻ അലീൽ, ഞാൻ രോഗിയായ ആളാണ്, സാധ്യതയുള്ള, എനിക്ക് എല്ലാ ദിവസവും പള്ളിയിലൊന്നും വന്നിട്ട് ഹയാത്താക്കാൻ കഴിയുകയില്ല, പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല, അതുകൊണ്ട് സാധ്യതയുള്ളെന്ന് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 25-ാം രാവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതായിരുന്നാലും നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഒരു രാവിനെ പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് ആരോഗ്യപരമായും മറ്റൊക്കെ പ്രയാസമുള്ളവർക്ക് ഒരു രാവെങ്കിലും വളരെ പ്രതീക്ഷിച്ചോടെ ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം ഇത്തരം ഹദീസുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആരോഗ്യമുള്ളവരും കഴിവുള്ളവരും ഒഴിവുള്ളവരും അവസാനത്തെ 10 കഴിയുന്നത് പോലെ അവരുടെ ജോലി, തിരക്ക്, പഠനമൊക്കെ നോക്കിയിട്ട് രാത്രികളെ എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ, രാവ് പൂർണ്ണമായും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കഴിയുന്നത് പോലെ നാം ചെയ്തിട്ട് ഈ രാവിൻ്റെ പുണ്യം നേടിയെടുക്കണം. അള്ളാഹു ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കാൻ. ഇനി നമ്മുടെ മുമ്പിലുള്ളത് 27-ാം രാവും 29-ാം രാവുമാണ്. ഒന്നും കൂടി ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 4 അതുപോലെ തന്നെ 5 ദിവസം. ആ രാവുകളൊക്കെ സജീവമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.